ഉണ്ടണ്ടാ ഉണ്ടോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലത്തെ ഓട്ടപ്പാച്ചിലും തിരക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമാധാനമായിട്ടുള്ള കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസത്തിന് ശേഷം ഇന്നലെ തൊട്ട് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോവാണ്ടിരുന്നു. അപ്പൊ ഞങ്ങൾ പറയും ചെയ്തു, ഇത്രയും ദിവസം നല്ല വെയിലായിട്ട് ഇന്ന് കണ്ടില്ലേ നല്ല മഴ. ഇന്ന് രാവിലെ ഞാൻ നീച്ചപ്പോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ശേഷം ചാറി ഇതാ ഇപ്പൊ പിന്നെ മഴയൊക്കെ പോയപ്പോ ഒരു തക്കുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും തുടങ്ങി നല്ല കാറ്റും മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കാണ്. കറി വെക്കാനുള്ളത് ഇതാ ബത്തലാണ് കേട്ടോ. പക്ഷെ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി. ഇപ്പോൾ ഫ്രിഡ്ജ് നന്നാക്കി കൊണ്ടുവന്നതിന് ശേഷം ഭയങ്കര ഐസാണ്. അപ്പോൾ ഇത് ഭയങ്കര വിറകും കൊള്ളി പോലെ ആയിട്ട് ഇത് കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ഡിഫ്രോസ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എന്താ അത് എൻ്റെ കയ്യിൽ? ഇത് എവിടുന്നാ പിടുത്തത്? ഇതെപ്പോഴത് എടുത്തത്? ഞാൻ കണ്ടില്ലേ ഇത് എടുത്തത്. ഞാൻ ഐസ് പോകാൻ വേണ്ടി തുറന്നു വെച്ചിട്ട് കുറച്ചേരം കൈ കഴുകിക്കാ കൂട്ടാ, കൈ കഴുകിക്കാ. എന്തൊരു വികൃതിയാണ് ഈ ചെക്കൻ കാട്ടണത്. അവിടെ നിൽക്ക്. സോപ്പ് എടുത്തോ, മറ്റേ കൈ. ഓ, ഇത് തൊടുമ്പോ ഇങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിക്ക് ഇത് തൊടുമ്പോ ഇങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ഒരു ദേഷ്യം മുഖത്ത്? മുള്ള കുത്തിയോ? ആര് പറഞ്ഞ മീൻ എടുക്കാൻ? അപ്പിയല്ലേ അത്? നീ എവിടെ പോയിരുന്ന? അവിടെ പോയിരുന്ന അവിടെ ഇരുന്ന അയിമലല്ല നോക്കി. ആദിക്കുട്ടൻ ഇരുന്നിരുന്ന് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിയതേന്നു കേട്ടോ. ഇപ്പം ഇതുമിങ്ങനെ കയറിയിരിക്കിപ്പോൾ കണ്ടില്ലേ, എല്ലാ സാധനവും ഇതിൽ കൊണ്ട് ഇങ്ങനെ തേക്കും ചെയ്യും. ഇത് പറ്റ പോയി ഇപ്പോൾ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് 2 മാസമായിട്ടുണ്ടാവില്ല കേട്ടോ. പക്ഷെ ആദിക്കുട്ടൻ ഇതുമ്പോൾ കയറി ഇരുന്നിരുന്ന് ഇതൊക്കെ ഇതുമൊന്ന് വിട്ടുപോന്നു. പിന്നെ കത്തിയെടുത്ത് അടിച്ച് അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്ത് അടിച്ചതിൻ്റെ പെയിൻ്റൊക്കെ പോയി. എന്തൊക്കെ പ്രതീക്ഷിച്ച് വാങ്ങിയതെന്നറിയോ? കേട് വരുത്തിയില്ലേ? സമാധാനമായോ? സന്തോഷമായോ? ചിരിക്കല്ലേ ചിരിക്കല്ലേ വികൃതി കുട്ട. എനിക്ക് വേണ്ട മുട്ടായി. കേട് വരുത്തിയില്ലേ അതി? ഇതെങ്ങനെയാ മൂക്കുമ്പോ മുറിയേ, താടിയുമ്പോ മുറി? ഇതൊക്കെ വികൃതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കേട്ടോ. ഞങ്ങളെ കയ്യിലിരിപ്പിന്റെ ആഫ്റ്റർ എഫക്റ്റ് അതൊക്കെ. എന്തിനാ വെളുത്തുള്ളി? എന്തിനാ? ഇപ്പൊ അവന് അതന്നെ കൊണ്ട് കൊടുക്കും നിങ്ങൾ പൗഡർ. തന്നമ്മക്ക് കണ്ണു തട്ടിയ ഉണ്ടൂലേ? അയ്യോ, അതിക്കുട്ടൻ എപ്പോഴും തെറ്റും അമ്മേനോട്. നന്നോ? അയ്യേ ദാടാ. ഉണ്ടണ്ടാ ഉണ്ടോ? നമ്മുണ്ടിക്കോ. അംഗൻവാടി പോയാലോ നമുക്ക്? പോവാ, പോവാ. എന്നാ പിന്നെ അംഗൻവാടി കൂട്ടിക്കോളും. അധികം താമസമൊന്നുമില്ലാതെ അതിന് അംഗൻവാടി കൊണ്ടാക്കുന്ന കാര്യം ആലോചിച്ചിട്ട് പേടിയാണ്. പോണം. നാളെ പോവാട്ടോ. പുതിയ കുപ്പായി വാങ്ങിയിട്ട് ബാഗ് വാങ്ങണ്ടേ മാളുവിന്റെ പോലെ? വാങ്ങണേ, മാളുവിന്റെ പോലെ ആദിക്കും വാങ്ങണം. നല്ല കുട്ടിയാണ്. ആദ്യ വികൃതി കുട്ടിയാണോ? ഇപ്പഴല്ല, അന്ന് അംഗൻവാടി ലീവാ. അയ്യോ, ഇനിയിപ്പൊ അംഗൻവാടി പോകണ്ടേ? ഇന്ന് ലീവാ, നാളെയാ പോവാ അംഗൻവാടി.
ഞങ്ങൾ പോളിയോ കുടിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ. അംഗൻവാടിയിൽ ഇവിടെ പോളിയോ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിലിങ്ങനെ റൈഡ് ഉണ്ട്, പിന്നെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മള് കിഴിഞ്ഞിറങ്ങൂലേ. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊന്നും കൂടി എന്ന് പറഞ്ഞാണ്ടായിരുന്നു നീച്ച് പോരുന്നില്ലേന്നു. അതാവും ഇപ്പൊ ഇനിയിപ്പൊ അംഗൻവാടി എന്ന് പറഞ്ഞത് മനസ്സിലായോന്ന് അറിയില്ല. ഫോണിൽ JCB ഇട്ടുതരാൻ പറഞ്ഞോണ്ടാണ് കേട്ടോ ആദ്യം കരയണത്. ഞാൻ ഇട്ട് കൊടുക്കൂല, എപ്പോഴും ഒന്നും JCB ഇട്ട് തരൂല അറിഞ്ഞാണ് കരയണത്. കുറച്ചു നേരമൊക്കെ അങ്ങനെ കരഞ്ഞാണ്ട് മാറ്റിക്കോളും. ആന എടുത്തോ, ആനയും ജിറാഫൊക്കെ എടുത്ത് കളിച്ചോ. എവിടെ ആന? എവിടെ ആന? ഉണ്ടൂല ഉണ്ടണ്ടാ? ആ ഗ്യാസിന്റെ അടുത്തൊന്ന് മാറിക്കോ. ബാ, ഇവിടെ നിലത്തേക്ക് ഇറങ്ങിയാണ്ട് കളിച്ചോ. ആ സൈക്കിൾ ഇരുത്തരാം, ഞാൻ പുതിയ സൈക്കിൾ എടുത്തരട്ടെ. പിന്നെ ആന വേണം? എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഓക്കെ, ഈ അതിന്റെ മേലെ കൂടെ നടക്കല്ലേ. എന്താ നോക്കണേ? മീന്. തൊടരുത് എന്നല്ല എന്നോട് പറഞ്ഞത്. മണക്കും, കൈ മണത്ത് നോക്കിയാ മണുണ്ടോ? അപ്പൊ ഞാനും മെല്ലിന്റെ പണിക്കൊക്കെ കിടക്കട്ടെ. ഇവൻ എങ്ങനെയായാലും ഈ കുറുമ്പ് വാശിയും കാട്ടി ഇവിടെ എങ്ങനെ നിൽക്കും. എങ്ങോട്ട് പോവണോ? അമ്പലത്തിൽ ഇതാ വൈകുന്നേരം. എന്നും അമ്പലത്തിൽ പോവല. ഇവിടെ കറി ഉണ്ടാക്കാണ്ടേ. എന്താ കുട്ട? ആ നിക്ക് അമ്മ പറയട്ടെ. അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കിയാലോ? മിമി നന്നാക്കിയാലോ? ഇപ്പൊ ബത്തലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം നിന്ന് നന്നാക്കേണ്ടി വരും. അപ്പൊ ഞാന് മീനൊക്കെ നന്നാക്കി സെറ്റ് ചെയ്തിട്ട് ഇനി വീഡിയോ എടുക്കാൻ നിക്കാളൂ കേട്ടോ. അപ്പൊ ബായ് പറഞ്ഞ ബായ്. മീൻ നന്നാക്കിട്ട് വരട്ടോ അല്ലേ? നന്നാക്കണേന്റെ ഇടയിലേക്ക് അത്യാവശ്യം നല്ലൊരു പണി കിട്ടിട്ടോ. ഇതുണ്ടോ ഈ പ്ലാന്റിന് പറിച്ചും കൂടി എടുത്തു എൻ്റെ ആദ്യം. എന്നിട്ട് അതിവിടെ ഇട്ട് ആകെ ആക്കിയിരുന്നു. ഇപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. മീൻ ഞാൻ പകുതി നന്നാക്കിയുള്ളൂ കേട്ടോ. ഇത് എത്രയായിട്ട് ഐസ് വിട്ട് പോരുന്നില്ലേന്ന്. അപ്പോൾ അത് വെള്ളത്തിലിട്ടേച്ച് കുറച്ചെടുത്ത് പൊരിക്കാനും വെച്ചു. ഇനി ഞാൻ കറി ഉണ്ടാക്കണില്ല കേട്ടോ. കറി ഉണ്ടാക്കിയാലും ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ്ക്ക് ചിലപ്പോൾ പറ്റൂല. അപ്പോൾ ഞാൻ കരുതിയത് പൊരിക്കാം. ചെറിയൊരു കഷ്ണം മത്തനുണ്ട്, അപ്പോൾ ഇതുകൊണ്ട് ഒരു താളിപ്പാക്കാന്ന് കരുതി. അപ്പോൾ ഇതിനി അധികം വെക്കാനും പറ്റില്ല, കുറച്ച് ദിവസമായിരുന്നു വാങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ആക്കാൻ കരുതി. കഞ്ഞി കുടിക്കുക തന്നെ. അങ്ങനെ ഒരുവിധം അതികൂട്ടനെ സമാധാനിപ്പിച്ച് കുറച്ച് കഞ്ഞിയൊക്കെ ഒരു പ്ലേറ്റിൽ എടുത്തു കൊടുത്താണ്ട് ഞാൻ മത്തന് നന്നാക്കാൻ വേണ്ടി നിന്നുണ്ട് കേട്ടോ. ചില സമയത്ത് കഞ്ഞിയൊക്കെ മുഴുവൻ കുടിച്ച് പിന്നെയും ചോദിക്കലുണ്ട്, ചില സമയത്ത് അതേപോലെ തന്നെ അവിടെ ഇട്ട് പോവലുണ്ട്. ഇന്നിപ്പോൾ ഏതായാലും മൂഡ് അത്ര ശരിയല്ല, എന്നാൽ ചെറിയൊരു കുറുമ്പിലാണ് ആള്. അപ്പോൾ ഇന്നിപ്പോൾ ഇനി അത് മുഴുവൻ കുടിക്കുമോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല. നിങ്ങളവിടെയൊക്കെ മഴ എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളി മഴയാണ് കേട്ടോ. ഇപ്പോഴൊക്കെ നന്നാക്കി പെയ്തുകൊണ്ടിരിക്കുക. ചില സമയത്ത് ഒരു വെയിലങ്ങോട്ട് ഉദിച്ച് വരും, അത് അതേപോലെ തന്നെ പോയി പിന്നെ നല്ല മഴ പെയ്യും. തോരടാനാണ് കേട്ടോ ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളത് മുഴുവൻ. ഇവിടെ സൺഷെയ്ഡിൻ്റെ ഒരു ഭാഗത്തും കോണിക്കൂടിൻ്റെ ഉള്ളിലും മാത്രമാണ് കുറച്ച് അയലുള്ളത്. സൺഷെയ്ഡിൻ്റെ ഉള്ളിലുള്ളത് ഒരു അയലേ ഉള്ളൂ. കോണിക്കൂടിൻ്റെ മുള കുറച്ച് ഞാൻ കഴിയുന്നിടത്തോളം അയല ഇങ്ങനെ കെട്ടിയിട്ടതാണ്. അവിടെ എൻ്റെ മക്കളതും അമ്മേൻ്റെതും തന്നെ ഞങ്ങൾ 4 തുണികൾ തന്നെ തോരടാൻ സ്ഥലമില്ലാത്ത പോലെയാണ്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് തോരടാൻ ഒരു പ്രോപ്പർ ഏരിയ ഒക്കെ ഉണ്ടോ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് തുണി വിരിക്കലാണ്. പച്ചമുളകും കൂടെ വേണം കേട്ടോ, പക്ഷെ എൻ്റെ കയ്യിൽ പച്ചമുളകില്ല. അതുകൊണ്ട് തൽക്കാലം മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാം. കഞ്ഞി കുടിച്ചു വെച്ചാൽ ഇല്ലേനും എന്നൊക്കെ പണി കിട്ടി വെച്ചാൽ ഉണ്ടേനും. കഞ്ഞി ഏറ്റവും കുടിച്ചതുമില്ല, കഞ്ഞി ആകെ അവിടെ കളഞ്ഞും ചെയ്ത് ഫ്രിഡ്ജിൽ നിന്ന് ഇതാ പച്ചക്കറികൾ മൊത്തെടുത്ത് അടട്ടും ചെയ്തു. ഒരുവിധം വറ്റൊക്കെ വാരി കളഞ്ഞ് തക്കാളിയും കിഴങ്ങൊക്കെ പെറുക്കി ഫ്രിഡ്ജിക്ക് തന്നെ ഇട്ടാണ്ട് മീൻ പൊരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഓയിലില്ല, വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഉള്ള വെളിച്ചെണ്ണയ്ക്ക് അനുസരിച്ച് ഞാൻ ആ മസാല തേച്ച് വെച്ചത് ഒക്കെ ഒന്ന് പൊരിക്കാൻ വേണ്ടി ഇട്ടില്ല കേട്ടോ. കുറച്ച് വൈകുന്നേരം ഓയിൽ കൊണ്ടുവച്ചിട്ട് പൊരിക്കാൻ എഴുതിയിട്ട് ഫ്രിഡ്ജിക്ക് വെച്ചു. അപ്പോൾ ഈ കുറച്ച് ഓയിലുള്ളത് അതുകൊണ്ട് എത്ര പറ്റണമെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങോട്ട് പൊരിക്കാൻ വേണ്ടി ചട്ടിയിലിട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ആദ്യകൂട്ടൻ്റെ നല്ല വികൃതി നടക്കുന്നുണ്ട് കേട്ടോ. കൂക്കി ആർത്ത് എന്തൊക്കെയോ കളിയാണ് അവിടെ കളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ മൂത്രം ഒഴിക്കാണ്ട് വാതിൽ ഒഴിച്ചാണ്ട് വന്നേന്ന്. ഞാൻ വാതിൽ അടച്ചിട്ട കേട്ടോ. തുറന്ന് കണ്ടാൽ അപ്പോൾ ഓനെ ഇറങ്ങി പോകും മുറ്റത്തേക്ക്. പിന്നെ അവിടെ പോയി ഓരോ വീർതിയാവും. അപ്പോൾ വാതിൽ തുറന്ന് ഒഴിച്ചാണ്ട് വന്നേന്ന്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി ഒഴിച്ചു പറഞ്ഞ ഓനെ പറഞ്ഞയച്ചതാണ്.
ഞാൻ ആദ്യം പേടിച്ചിട്ട് ഈ കർട്ടന്റെ ബാക്കിലാണ് കേട്ടോ ബ്രഷൊക്കെ ഒന്ന് ഹാങ് ചെയ്തിടല്. ഇപ്പോൾ അതും കണ്ടുപിടിച്ച് അവിടെ കയറാനും പഠിച്ചു. കണ്ടോ, അതിൽ വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും തട്ടിയിട്ട് ഇപ്പോൾ വേണ്ട അമ്മ പറഞ്ഞ് കരയാൻ. ഞാൻ ചീത്ത അറിയും, ചിലപ്പോൾ ഒരു അടിയൊക്കെ കൊടുക്കും. അത് പേടിച്ചിട്ട് നിന്ന് കരയാണ്. എന്താ ആദ്യം കാട്ടിയത്? എവിടെ? നമുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വടി എടുക്കട്ടെ. വേണേ? എന്തിനാ ഇപ്പൊ അങ്ങനെ കാട്ടിയത്? ഇറക്കൂല. ഈ എറിയല്ലേ, ഈ ഇറങ്ങിക്കോ, എന്നെ ഇറങ്ങിക്കോ. നല്ല കുട്ടിയാണ്, പെറുക്കിയിടുന്ന കണ്ടില്ലേ? നല്ല കുട്ടിയല്ലേ? മീന് പൊരിയണേ ഉള്ളൂ. മീൻ പൊരിക്കുന്ന മണം കിട്ടിയോ? മണത്തോ? ആരാ മണത്തത്? എവിടെ? മുളക് ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് ഇതണ്ടില്ലേ, മുളക് എരി എന്ന് പറഞ്ഞ ഈ കറിയിലൊന്നും. പിന്നെ മുളക് അവിടെ തറവാട്ടിൽ നിന്നൊന്നും വാങ്ങിക്കൊണ്ടെന്ന് ഇടാഞ്ഞത് അതാ. എരിയും ഒരു തുള്ളി മുളക് തിന്നൂല, എരിവ് തീരെ തിന്നൂല. ഇതൊന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത് കുക്കറിൽ നിന്ന് ഇതൊന്ന് ഉടക്കണേന്ന്. പക്ഷെ ഞാനേ കറി ഉള്ളി ഇങ്ങനെ ഇളക്കി നിന്നു, വഴറ്റി കൊടുത്ത് നിന്നു. ഇല്ലെങ്കിൽ ഈ ചട്ടിയിൽ വെച്ചത് കാരണം ഇത് വേഗം കരിയും. അപ്പോൾ കൈ വിടാതെ ഈ ചട്ടിയിലാണ് ഞാൻ പൊതുവേ വറവിടല്. പക്ഷെ അതിലിപ്പം മീൻ പൊരിക്കാൻ വെച്ചതുകൊണ്ട് അതും പറ്റിയില്ല. ഇതാ ഞാന് ഈ കോണീൻ്റെ മേലെ ഇങ്ങനെ ചെറിയൊരു അയലിങ്ങനെ കെട്ടിയത് കേട്ടോ. കഴിയുന്നിടത്തോളം കയറ് കെട്ടിയിട്ടുണ്ട്. മഴ പെയ്താൽ പിന്നെ മുറ്റത്തിടാനും പറ്റൂല. പിന്നെ എനിക്ക് വേറൊരു സ്ഥലമല്ല, ഓപ്ഷൻ വേറെ അല്ല. അപ്പോൾ പിന്നെ അത് കെട്ടി. ആദ്യകൂട്ടം കാണാതെ കൊട ഒളിപ്പിച്ചേക്കാണ് കേട്ടോ. ഇന്നും കോണിക്കൂടിൻ്റെ മേലേലാണ് അത് വെക്കല്. ഇപ്പോൾ ഞാൻ തോരടാൻ വേണ്ടി കയറിയപ്പോൾ എൻ്റെ വൈത്താല ഓന് കയറി വന്നതിൽ ഓന് കൊട കിട്ടിയിട്ടുണ്ട്. കൊട കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു പരിവാക്കാതെ ഓനത് വെക്കൂല. അപ്പോൾ ഞാൻ വേഗം പോയി കൊടയൊക്കെ വാങ്ങി വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ബാക്കി തോരടാൻ നിന്നത്. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. തോരടാണ്ടതൊക്കെ തോരട്ട് വന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അമ്മയ്ക്കും ആദിക്കും ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി ആദിക്ക് കഴിച്ചിട്ട് വേണം ഇക്കും കഴിക്കാൻ. ഞാൻ ആദിക്ക് ചോറ് കൊടുക്കട്ടെ. അങ്ങനെ ആദിക്കും അമ്മയ്ക്കും ഒക്കെ ചോറ് കൊടുത്ത് ഞാനും സമാധാനത്തോടെ ഇരുന്ന് ചോറ് കഴിക്കാം കേട്ടോ. ഇന്നത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു. ഇനി ആദികുട്ടനെ ഉറക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.